ഹായ് എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ആദ്യം തന്നെ ഇരുമ്പുളി വെളുത്തുള്ളിക്ക് പോയിട്ട് കുറച്ച് ഇരുമ്പുളി പൊട്ടിക്കാന്ന് വിചാരിച്ചു കേട്ടോ. വേറെ ഒന്നല്ല, കറി വെക്കാനായിട്ട് ഇരുമ്പുളിയും പരിപ്പും തേങ്ങയും കൂടി അരച്ച് കടുക് പൊട്ടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. എല്ലാവരും നന്നായിട്ട് ചോറുണ്ണും ആ കറി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിൻ്റെ കൂടെ ഒരു ഉണക്കമീന അല്ലെങ്കിൽ പപ്പട ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട. പിന്നെ അത് കഴിഞ്ഞ് അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചപ്പോഴാണ് ചക്ക ഒരെണ്ണം പൊട്ടിച്ചാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഇടിയൻ ചക്കയുടെ പ്രായത്തിലുള്ള ഒരു ഇടിയൻ ചക്കയും പൊട്ടിച്ച് പിന്നെ കഴിഞ്ഞ ദിവസം പറിച്ചിട്ട ചേന ഉണ്ടായിരുന്നു കേട്ടോ. അതും എടുത്ത് അകത്തേക്ക് വരുമ്പോൾ മമ്മി പറഞ്ഞു കുറച്ച് മുളകും പൊടിയും പൊട്ടിക്കാമെന്ന് പറഞ്ഞ് കുറച്ച് മുളകും കൂടിയും പൊട്ടിക്കാൻ നിന്നു കേട്ടോ. പിന്നെ അകത്തേക്ക് കയറുന്നതിന് മുമ്പേ ഞാൻ പുറത്തിരുന്നിട്ട് തന്നെ ഇടിയൻ ചക്ക നന്നാക്കാന്ന് വിചാരിച്ചു. വേറെ ഒന്നും കൊണ്ടല്ല, അല്ലെങ്കിൽ ആ ചക്കയുടെ പശ മുഴുവൻ ഞാൻ അടുക്കളയിൽ അവിടെ ഇവിടെയൊക്കെ തേച്ച് വയ്ക്കും. അപ്പോൾ പുറത്തിരുന്നിട്ട് തന്നെ വെളിച്ചെണ്ണയൊക്കെ കഴിയുമ്പോൾ കുറച്ച് തേച്ചതിന് ശേഷം ഞാൻ ഇടിയൻ ചക്ക നന്നാക്കാനായിട്ടിരുന്നു കേട്ടോ. ഈ ചക്ക പഴച്ചക്കയാണ് കേട്ടോ. ഭയങ്കര മുള്ളിനുണ്ടായിരുന്നു, നല്ല പശയുള്ള ചക്കയായിരുന്നു. അപ്പോൾ വീട്ടിലൊക്കെ ആദ്യം മമ്മി നന്നാക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് കറി വെക്കാട്ടോ. ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ മമ്മി എങ്ങനെ വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി അത്ര ചെറുതാക്കില്ല, അങ്ങനെ കുക്കറിൽ അടിച്ചതിന് ശേഷം പിന്നെ ഒരു കൈലിങ്ങണ വെച്ചിട്ട് ഉടയ്ക്കാനായിട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇവിടുത്തെ സിസ്റ്റം ഇഷ്ടമായ വേറെ ഒന്നുകൊണ്ടല്ല, പണി വേഗത്തിൽ കഴിയുമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ മമ്മി ചെയ്യണ പോലെയായിട്ട് ചെയ്യാറ്, ചെറുതായിട്ട് അരിയാനായിട്ട് ഇരിക്കാറില്ല. പിന്നെ ഇരുമ്പുളിയും പരിപ്പും കൂടിയും കറി വെച്ചു. അതിൽ ഒരു ചെറിയ മാങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങയും കൂടി ഇട്ടതിന് ശേഷം അത് കടുക് പൊട്ടിച്ച് ഇരുമ്പുളിയും പരിപ്പും കൂടിയും വെച്ചു. അതിനുശേഷം മുതിരയും പിന്നെ ഇടിയഞ്ചക്കയും കൂടി വേവിച്ചത് ഇത്തിരി കൂടി പോയിണ്ടായിരുന്നു കേട്ടോ ഇടിയഞ്ചക്ക. വേറെ ഒന്നല്ല, 3 വിസിൽ വരുത്തി. 3 വിസിൽ വരുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ഒരു വിസിൽ വരുത്തിയാൽ മതിയായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു പോയി. എന്നാലും ഇടിയഞ്ചക്ക എങ്ങനെ വെച്ചാലും എനിക്ക് ഇഷ്ടമാട്ടാ. അപ്പോൾ അങ്ങനെ മുതിരയും ഇടിയഞ്ചക്കൊക്കെ കാച്ചതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടുതലല്ല, വേറെ ഒന്നും ഉണ്ടല്ല. മമ്മി നന്നാക്കി വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് അധികം ഇടും. ഞാൻ തന്നെ നന്നാക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മാത്രമായിട്ട് ഞാൻ എടുക്കുള്ളൂ. വേറെ ഒന്നും ഉണ്ടല്ല, എനിക്ക് നന്നാക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ മമ്മി കൂടുതൽ നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചത് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലിട്ട് കാച്ചും, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഇടാറുള്ളൂ. അങ്ങനെ കറി കാച്ചിയ വശം കഴിക്കൽ നമുക്കൊരു പതിവാണല്ലോ. അങ്ങനെ ഇടിയഞ്ചക്കയും പിന്നെ കുറച്ച് ചോറൊക്കെ എടുത്തുകൊണ്ട് പിന്നെ ഒക്ടോബർ മാസമായി, കാരണം ഇന്ന് മാതാവിനെ കൊണ്ടുവരാൻ ഞങ്ങളുടെ വീട്ടിലേക്കാണ്. അപ്പോൾ കുറച്ച് ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി. അപ്പോഴേക്കും പിന്നെ പിള്ളേർ വരുന്ന സമയം കണ്ട് കാപ്പിയും പിന്നെ പഴം നീല് വറുത്തു കൂട്ടാം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്ത എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം പിന്നെ കൊന്ത കത്തിച്ചു. അത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷമൊക്കെ.